നമസ്കാരം. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ഇലക്ട്രൽ സെൽ തൃശ്ശൂരിലെ ഇലക്ട്രൽ സെൽ കൺവീനർ കൊടുത്ത ഒരു പരാതി, ആ പരാതി വിവാദമെന്ന് പറയാൻ പോലെ ചർച്ചയായിരുന്നു, സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. കാരണം ഏതൊക്കെ വിധേന സമൂഹത്തിൽ കലക്കൽ ഉണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ഞാനത് അങ്ങനെ പറയാൻ കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പുച്ഛിക്കുന്നതല്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാം. ജനങ്ങളുമായി ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട്, അവരെ ബുദ്ധിമുട്ടാക്കാതെ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് നിയമപരമായി അവരെ സേവിച്ചുകൊണ്ട് അവരുടെ ജനപിന്തുണ നേടിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജാതീയത കളിച്ചുകൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും പല രീതിയിലും കളിക്കാം. സത്യത്തിൽ ഈ രണ്ടാമത്തെ രീതിയിലാണ് ഇവിടെ കളി നടക്കുന്നത്. ജനങ്ങൾക്ക് സത്യത്തിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു പിണ്ണാക്കം ലഭിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടുത്തെ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളാണ്. ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി കോടികളാണ് ഓരോ വർഷവും നീക്കിവെക്കുന്നത്. ആ കോടികൾ കഴിഞ്ഞ കേരളപ്പിറവിക്ക് ശേഷം അവർക്ക് നീക്കിവെച്ചിട്ടുള്ള ആ കോടികൾ അവരിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആദിവാസി സമൂഹം ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടാവില്ല. അവർ അടച്ചുറപ്പുള്ള, വൃത്തിയും ഭംഗിയുമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല വീടുകളിൽ അവർ താമസിച്ചേനെ. എന്നാൽ ഇന്നും വീടും എന്തിന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ഉള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്ത കൂരകളിൽ, വിദ്യാഭ്യാസമില്ലാതെ, മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാനില്ലാതെ, രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ, വാഹന സൗകര്യമില്ലാതെ, അങ്ങനെ ആർക്കും വേണ്ടാതെ നിലകൊള്ളണം. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കോടികൾ എങ്ങോട്ടാണ് പോണത്? ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചുകൾ കൊടുക്കുന്നു. ആ പാവങ്ങൾക്കൊന്നും അറിയില്ല. ഇതാണ് ഇവിടുത്തെ ജീവിതം, ഇതിനു വേണ്ടിയിട്ടാണ് വോട്ട് നൽകുന്നത് എന്ന് കരുതിയിട്ട് അവർ കൊടുക്കുന്ന 10 100 അല്ലെങ്കിൽ ഒരു കുപ്പിയോ കൊടുത്തിട്ട് അത് വാങ്ങി പകരം ചെന്ന് വോട്ട് കുത്തി ഈ മേലാളന്മാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണല്ലോ ചെയ്തു വരുന്നത്. ബാക്കിയുള്ളത് ഇടതായാലും വലതായാലും മധ്യ നിൽക്കുന്നതായാലും ആരായാലും ഇവർക്ക് കിട്ടുന്ന പണം, ഇവർക്ക് അനുവദിച്ചിട്ടുള്ള പണം കട്ടെടുത്തുകൊണ്ട് പോകുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സർക്കാരുകളുടെ, അതായത് ജനപ്രതിനിധികളുടെ ഇവിടുത്തെ നിലപാട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വർഗീയ വിഷം വിതറിക്കൊണ്ട്, അതായത് പണിയെടുക്കാൻ വയ്യ, ഇവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന, സ്വന്തം അധ്വാനത്തിൽ ലഭിക്കുന്ന പണം ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഒരുപക്ഷെ വിദേശത്ത് പോലും പോയി കഷ്ടപ്പെട്ട് പണിയുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന പണം, ആ പണം അത് മാളുകൾ ഉണ്ടാക്കിയായാലും ഇനി കൂലിപ്പണി എടുത്തിട്ടായാലും കൊണ്ടുവരുന്ന പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിശേഷം നടക്കുമ്പോൾ, അതിന് ഉദാഹരണത്തിന് ഇപ്പോ ഇവിടെ കുംഭമേള നടന്നു തിരുനാവായിൽ, എന്റെ വീടിന് ഏകദേശം അടുത്താണ്. കുംഭമേള നടന്നപ്പോ ഞാനവിടെ പോയിരുന്നു. അവിടെ കച്ചവടം ചെയ്തവരിൽ, തോർത്തുമുണ്ട് കച്ചവടം, മോരും വെള്ളം കച്ചവടം, സർബത്ത് കച്ചവടം, ഇങ്ങനെ കുറേ ഉണ്ട്. അതായത് അവിടെ വരുന്ന ഭക്തർക്ക് കുടിക്കാൻ വെള്ളവും ഉടുക്കാൻ തോർത്തുമുണ്ടും ഒക്കെ വിറ്റ വലിയൊരു വിഭാഗം കച്ചവടക്കാർ മുസ്ലിങ്ങളായിരുന്നു. കാരണം അവർ 10 രൂപ കിട്ടി കഴിഞ്ഞാൽ അത് 100 ആക്കാനും അത് 1000 ആക്കാനും പഠിച്ചവരാണ്. എന്നാൽ അതിന്റെ അങ്ങേപ്പുറത്ത് മറ്റു ചിലർ, ഞാൻ ജാതീയമായി ആക്ഷേപിക്കുന്നതല്ല, ഇതിന്റെ വസ്തുത സമൂഹത്തിൽ പറയുന്നതാണ്, അവർ കൂടി കച്ചവടത്തിലേക്കും അതുപോലെ കാശുണ്ടാക്കാനും ഇറങ്ങണം, എന്നാലേ നമ്മുടെ രാജ്യം വികസിക്കുള്ളൂ. മറ്റൊരു ഭാഗം ഈ ആഘോഷത്തിന്റെ ഭാഗമായി കള്ളും കുടിച്ച് കൂത്താടി വട്ടം ചുറ്റി നടക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവം. ഇത് മനസ്സിലാക്കാതെയാണ് ഈ കഴിഞ്ഞ ദിവസം ബി.ജെ.പിന്റെ തൃശൂർ ജില്ലാ ഇലക്ടറൽ സെൽ കൺവീനർ പ്രസാദ് ദാസ് ഒരു പരാതി കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത്. കുഴിമന്തി, ഷവായ തുടങ്ങിയ വിഭവങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകൾ, അത് എന്താ പറയാ, വിദേശത്തു നിന്നൊക്കെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം വരുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ പോപ്പുലർ ഫണ്ടിന്റെയോ അല്ലെങ്കിൽ അതുപോലെ ഭീകര സംഘടനകളുടെയൊക്കെ പണം പറ്റുന്നതാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്താ പറയാ താവളങ്ങളാണ്, രഹസ്യ താവളങ്ങളാണ് എന്ന മട്ടിൽ ഇത് അന്വേഷിക്കണം, പിന്നെ ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം എന്നൊക്കെ. അല്ല, എനിക്ക് മനസ്സിലാക്കാത്തത് ഇവരുടെ രാജ്യവിരുദ്ധ ബന്ധമൊക്കെ ഇവർക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ്. ഏതോ 2 പൊട്ടന്മാർ, ഞാൻ ഈ പൊട്ടന്മാരെന്ന് പറയുന്നത് അവർ വിവരം കെട്ടവർ എന്നുള്ള അർത്ഥത്തിലല്ല, അറിയാത്തവർ, ഇത് ഇത്രത്തോളം ഗുരുതരമാണ് എന്നറിയാത്തവർ. ഇതേ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജോസഫ് മാഷി ഇതേപോലെ ഒരു പൊട്ടനായിരുന്നു. അവിടെ മുഹമ്മദ് എന്നുള്ളൊരു പദം എടുത്ത് ഉപയോഗിച്ചപ്പോൾ ഇപ്പുറത്തെ ഒരു വിഭാഗത്തിന് നീറ് വന്ന ആ പാവത്തിന് മനസ്സിലായില്ല. അയാൾ പടച്ചോനെ എന്ന് വിളിച്ചപ്പോ, എന്നാ പടച്ചോനെ എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങളാണല്ലോ, അതിലൊരു പേരാണല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ആ പേര് മുഹമ്മദ് എടുത്തു വെച്ചു. അതിന് അയാൾക്ക് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് നമുക്കറിയാലോ. അതുപോലെ തന്നെ ഏതോ പൊട്ടന്മാർ 1-2 എടുത്തുകൊണ്ട് വിഷു ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? ഭഗവാൻ ശ്രീകൃഷ്ണനെ കണി കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. മന്തി കച്ചവടമാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് മന്തിന്റെ പടം എടുത്ത് അവിടെ കൃഷ്ണനെ എടുത്തു വെച്ചു. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാലോ.
ആ വിശ്വാസം അനുസരിച്ചിട്ട് വിശ്വാസികൾ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. പക്ഷെ വിശ്വാസമില്ലാത്ത ചിലർ ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ അവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അതോ അറിവില്ലായ്മ മൂലമാണോ എന്നൊന്നും അന്വേഷിക്കാതെ അതൊരു കലാപമാക്കി മാറ്റി. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അവിടെയാണ് തുടങ്ങുന്നത്. എന്നാൽ അതിനുശേഷം അതേ സോഷ്യൽ മീഡിയയിൽ വന്നത് ഒരു പൂരപ്പറമ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ പന്നിയെ വർത്തിയത്, നിർത്തിപ്പൊരിച്ചത്, മന്തിന്റെ മുകളിൽ പന്നി, ഇതൊക്കെ മൊയിലാക്കന്മാരും തലക്കെട്ട് ഉള്ളവരും ഒക്കെ എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് നോക്കുന്നത് പോലെ, അത് ശ്രീകൃഷ്ണൻ ഇരുന്ന് നോക്കുന്നത് പോലെ അതുപോലെ അങ്ങോട്ട് ചമച്ചു വെച്ചു. അപ്പോ ഇവിടെ നിന്ന് ഒരു കുരുപൊട്ടലും ഉണ്ടായില്ല. കുരുപൊട്ടൽ ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് അതിന് സമയമില്ല. ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ ഒരു വിഭാഗത്തിന്, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് കുറച്ച് ഞരമ്പ് രോഗം ഉള്ളത്. എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും എങ്ങനെ 10 രൂപ ഉണ്ടാക്കാമെന്ന് മാത്രമാണ് നോക്കുന്നത്. ഇവിടെ പന്നീരുടെ പടവും അതുപോലെ മറ്റു പലതും വെച്ചുകൊണ്ട് അവഹേളിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ നിൽക്കുകയാണെങ്കിൽ അവർ ചെയ്യട്ടെ, അവരുടെ ഡാറ്റ, അവരുടെ സമയം അവരത് ചെയ്യട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് 10 രൂപ ഉണ്ടാക്കാമെന്ന് കരുതുന്നത്. അത് ഇന്ന സ്ഥലമൊന്നൊന്നുമില്ല. അത് അമ്പലത്തിന്റെ ഉത്സവമായാലും ശരി, പള്ളിപ്പെരുന്നാളായാലും ശരി, ഇനി വല്ല നേർച്ചയോ വഴിപാടോ എന്ത് തന്നെ ആയാലും ശരി, അവിടെ 10 പേര് കൂടുന്നതാണോ അവിടെ കച്ചവടം നടത്തി 10 രൂപ ഉണ്ടാക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ മന്തിക്കടയുടെ നേരെയോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ നട്ട്സ് എന്നൊക്കെ പറയുന്നത്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് അത്ര. അവിടെ ആരും കയറുന്നില്ല, അവിടെ 1 രൂപയുടെ കച്ചവടം പോലും ഇല്ല. പിന്നെ ഇത്രയും കോടികൾ മുടക്കി എങ്ങനെയാണ് അങ്ങനെ ഒരു ഷോപ്പ് അവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്? ഇത്രയധികം സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, പണിക്കാർക്ക് കൂലി കൊടുക്കുന്നുണ്ട്, അത്രയും ആഡംബരപൂർവ്വമായിട്ടുള്ള സംഗതികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ നിലനിന്ന് പോണത് എന്ന് NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് NIA ഒക്കെ ഈ പരാതി കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ചിരിച്ച് മണ്ണ് കപ്പുന്നു. ഇത് വസ്തുത മനസ്സിലാക്കുന്നവർക്ക് ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ മനുഷ്യന്മാരാണ് ഇവിടെ ജീവിക്കുന്നതെന്ന ചിന്തയൊന്നും ചിലർക്കില്ല. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും. ഒരു വിഭാഗം ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാർ, ഹിന്ദുക്കളെന്ന് വിളിക്കാൻ പറ്റൂല, കാര്യം ഹിന്ദു മതസ്ഥരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും നോക്കാനും കാണാനും തല്ലിനും ഒന്നും അവർക്ക് സമയമൊന്നുമില്ല. രാഷ്ട്രീയം വളർത്താൻ, മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ആളെ കൂട്ടാൻ വെമ്പി നിൽക്കുന്ന കുറച്ചെണ്ണം, ആ കുറച്ചെണ്ണത്തിന് ഇവിടെ തമ്മിൽ തല്ലുണ്ടാക്കിയേ പറ്റൂ. അതാണ് ഒരവസ്ഥ. ഇനി അതിന് മറുപടി കൊടുക്കാതെ ഉറക്കം വരാൻ പറ്റൂല എന്ന് കരുതിയിരിക്കുന്ന മറുഭാഗമുണ്ട്. അതുപോലെ മൂന്നാമത്തെ വിഭാഗം അത്ര തന്നെ ഒരു തീവ്രത കേരളത്തിലില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത അവിടെയുമുണ്ട്. എന്നാൽ ഇതിലൊന്നും പെടാത്ത സമൂഹമാണ് ഹിന്ദുവിലും ക്രിസ്ത്യനിലും മുസ്ലിമിലും കേരളത്തിൽ കൂടുതൽ. കാരണം അവർക്ക് അവരുടെ കടം തീർക്കാനും അവരുടെ കുടുംബം നോക്കാനും 10 രൂപ എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാനും സമയമുള്ളൂ. അതിന് നെട്ടോട്ടത്തിലാണ്. സോഷ്യൽ മീഡിയയിലെ ഈ പുകമറകളും ഈ വെല്ലുവിളിയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കേരളത്തിൽ നടക്കുന്നത് മുഴുവൻ വർഗീയ സംഘടനകളാണ്, അതല്ലെങ്കിൽ വർഗീയ വിഷം വിതറലാണ്, അതല്ലെങ്കിൽ ഇതുപോലെ മറ്റു വിഭാഗങ്ങൾ അവഹേളിക്കൽ മാത്രമാണ്. അതായത് ജനങ്ങൾ മുഴുവൻ സ്പർദ്ധയോടെ മാത്രമാണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഹിന്ദു വർഗീയത കത്തിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ ആചാരത്തെയോ അല്ലെങ്കിൽ വിശ്വാസത്തെയോ മുസ്ലിങ്ങൾ തകർത്തു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും കാട്ടി എന്ന് പറയുന്ന പോസ്റ്റ് ഇട്ടുകൊണ്ട് അങ്ങനെ കത്തിക്കുന്ന അതേ വിഭാഗം തന്നെയാണ് മറുഭാഗത്ത് മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് ഇവിടെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ഇവിടെ കത്തിക്കുന്നത്. ഇത് രണ്ടും ഒരു വിഭാഗമാണ്. ഇത് രണ്ടും രണ്ട് ചേരിയാണ് എന്ന് കരുതി രണ്ടു പക്ഷത്തും ചേർന്ന് നിന്നുകൊണ്ട് രണ്ടാളെ തെരുവിളിക്കാൻ നിൽക്കുന്ന ഞാനും നിങ്ങളും മാത്രമാണ് പൊട്ടന്മാർ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കഴിഞ്ഞ ഇലക്ഷൻ ക്യാമ്പയിൻ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ട് ചിലരുമായി ബന്ധപ്പെടാൻ ഇടയായപ്പോ അവിടെ നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ പോസ്റ്ററുകളും അതുപോലെ ഇലക്ഷൻ ഗാനങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, ഇലക്ഷൻ ഗാനങ്ങൾ 2-3 പേർക്ക് വേണ്ടിയിട്ട് പാടുന്നതും സെറ്റാക്കുന്നതും എല്ലാം ഒരു ടീം തന്നെ, ഒരു സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. ഒരാൾക്കുള്ള ഇപ്പൊ ഇടതുപക്ഷത്തിന് എതിരെയുള്ള പാട്ട്, ഇടതുപക്ഷത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പാട്ട് പാടിക്കഴിഞ്ഞ ഉടനെ അപ്പുറത്ത് വലതുപക്ഷത്തിനെ കുറ്റപ്പെടുന്ന പാട്ട് അയാൾ തന്നെ പാടും. ഇത് തന്നെയാണ് ഈ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം. ഏതായാലും ഇദ്ദേഹം കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ എനിക്ക് കൗതുകമായിട്ടാണ് തോന്നിയത്. ഇവിടെ മന്തിക്കടകളും അതേപോലെ ഷവർമ ഷവായൊക്കെ വിൽക്കുന്നതും നട്ട്സ്, ഫ്രൂട്ട്സ്, നട്ട്സ് ഇതൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇതെല്ലാം കൂടെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവറ്റകൾ എങ്ങനെ ജീവിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം 10 രൂപ മുടക്കി കച്ചവടം ചെയ്യാനോ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 അവറ്റകൾക്ക് സമയമല്ല. അവർക്ക് ആകെ അറിയാവുന്നത് ഇങ്ങനെ തമ്മിൽ തല്ലിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുക. ഇത് മാത്രമേ അറിയുള്ളൂ, ഏത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ. എന്നാൽ ഇതൊന്നും അറിയാതെ വരുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. അവർ വിഷമിച്ച് നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പേക്കുത്തുകൾ കണ്ടുകൊണ്ട്. Different angles. Don't forget to subscribe and support this channel.